അതെ, ഇത് അത്ര വലിയ പ്രശ്നമാണോ? ഉസ്താദിന് ഇത് വലിയ പ്രശ്നമായി തോന്നുന്നുണ്ടോ? എനിക്കത് അത്ര വലിയ പ്രശ്നമായി തോന്നുന്നില്ല. സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം. എന്തായാലും റിജുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വന്നടി മക്കളെ, ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ? 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞി കിടക്കുന്ന ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ? വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങള് വരുമ്പോലെ ഇനി ഞങ്ങൾ ഇവിടെ വരും. റിജുവിന്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. ഈ ഉമ്മയുടെ ആവേശം കണ്ടില്ലേ നിങ്ങളെല്ലാവരും? 25 വയസ്സിൽ സ്വന്തം ഭർത്താവ് മരിച്ച് മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് അവരൊരു നിലക്കായി ആ മക്കളുടെ കൂടെ ഒരു ടൂർ പോയി മണാലിക്ക്. അവിടെ പോയിട്ട് മഞ്ഞ് വാരി കളിച്ചു. ഹായ്, ഞാനിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നഫീസ് ഉമ്മ വിവാദം എന്ന് പറയാം അല്ലേ. അപ്പോൾ ഉസ്താദ് അതിനെതിരെ പ്രസംഗിച്ച ഉസ്താദിനെതിരെയും ട്രോളുന്ന വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ അഭിപ്രായം അതും ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കേട്ടോ. കാരണം 33-ാമത്തെ വയസ്സിലാണ് എൻ്റെ വാപ്പ മരണപ്പെടുന്നത്. എൻ്റെ ഉമ്മ അതിലും ചെറുപ്പമായിരുന്നു. 6 മക്കളെ പ്രസവിച്ചിട്ട് നല്ല യൗവനത്തിലിരിക്കെയാണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നത്. എന്നിട്ട് ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ ഒന്നിനും താല്പര്യം കാണിക്കാതെ ഞങ്ങളെ മക്കളെ പൊന്നുപോലെ നോക്കി വളർത്താൻ ആണ് ഉമ്മ താല്പര്യം കാണിച്ചത്. നേരെ മറിച്ച് അത് ഒന്നാമത് ഉമ്മാക്കൊക്കെ എന്ന് വെച്ചാൽ സമൂഹത്തിനെ പേടിയാണ്. എങ്ങനെയാ നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പം മക്കൾ മൊത്തിട്ടായിക്കോട്ടെ നഫീസുമ്മ ഈ ചെയ്യുന്ന പോലെ ബോൾഡായിട്ട് ഇപ്പം അവർ ചെയ്യുന്ന പോലെ ഫോൺ എടുത്തിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു റീൽസൊക്കെ തന്നെയാണല്ലേ അവർ ചെയ്തത് ആ പ്രായത്തിൽ. അപ്പം അത്രയൊന്നും പ്രായമാവാത്ത സമയത്താണ് എൻ്റെ ഉമ്മ വിധവയായത്. പക്ഷെ ഉമ്മാൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എന്ത് പറയും, സമൂഹം എന്ത് പറയും, അങ്ങനത്തെയൊക്കെ ഒരു ഇത് ഉമ്മാക്ക് എന്ന് വെച്ചിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല, ഒരു എൻജോയ്മെൻറ്റ് ഉമ്മ കണ്ടിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഒന്നിലും തോറ്റു കൊടുക്കാണ്ട് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള ഒരു സംഭവമാണ് ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നഫീസ് ഉമ്മാക്ക് ആ ഒരു സാധനം നല്ലോണം ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളൊരിത്. കാരണം നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അത് നമുക്ക് സ്വന്തമാണ്, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ തന്നെയാണ് നേടിയെടുക്കുകയും ചെയ്യേണ്ടത്. മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഇരിക്കുന്നവരാണ് പരമവിഡ്ഢികൾ എന്ന് വേണമെങ്കിൽ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനെ പോലെ തന്നെ. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞാൽ ആദ്യമ കയറിയിട്ട് ആരും പിടിക്കാൻ നിൽക്കണ്ട. വികാര വിചാര വിവേകം എന്ന് പറഞ്ഞ സംഗതികളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്, ഒരു മനുഷ്യനാണ് സ്ത്രീ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ എനക്കൊരു കാര്യം കൂടിയും വ്യക്തിപരമായിട്ട് എൻ്റെ പേഴ്സണലി ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രവാസിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളോട്, നല്ല നിലയിൽ ഞാനെല്ലാം ഒന്ന് ഡ്രസ്സ് ഇട്ടിട്ട് നടന്നാൽ വരെ മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഈ നഫീസ് ഉമ്മ വിധവയായിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോന്ന് പറയുന്നത് അല്ലേ. അവർക്കെതിരെ പറയുന്നത് വിധവയായ സ്ത്രീ ആയതിനെ കൊണ്ട് ഇതൊന്നും പാടില്ല, അടങ്ങി ഒതുങ്ങിയിരിക്കണം, ദിക്റ് ചൊല്ലിയിരിക്കണം എന്നും വിഷമത്തോടെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റിയിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പേഴ്സണലി എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രവാസിയായ ഒരു ഭാര്യക്കും ഇതേപോലത്തെ ലിമിറ്റേഷൻസ് ഉണ്ട്. സത്യം, അയൽവക്കക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. അവൾ പ്രവാസിയുടെ ഭാര്യയാണ്. അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവൾ പുറത്തു പോകുന്നത് ഇതിൻ്റെ വേഷവിധാനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അവൾ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, അവൾ ജീവിക്കുന്നത് ആയിക്കോട്ടെ. നമ്മളിപ്പം കുറച്ച് ലാവിഷായിട്ട് എങ്ങനെ കുറച്ച് നല്ലൊരു ഇതിൽ ജീവിക്കുന്നത് കണ്ട അവനവിടെ കഷ്ടപ്പെടുന്നതാ, ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് മക്കളും ഒത്തിട്ട് ജീവിക്കുന്നത്, അങ്ങനെ പറയുന്ന ജനങ്ങളാണ്. എനിക്ക് ഈ നഫീസ് ഉമ്മാൻ്റെ വീഡിയോ കണ്ടതില്ല, അതാണ് തോന്നിയത്. അങ്ങനെ പറയുന്ന ജനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പറയൂ, കെട്ടിയോനെല്ലാം അങ്ങ് പറഞ്ഞയച്ചിട്ട്
അവളും മക്കളും ഇങ്ങനെ സുഖിക്കുന്നു. കണ്ട അവളെ പോക്ക്, അവള് വേഷം കണ്ട അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അതിപ്പോ എന്നേന്ന് മാത്രല്ല ഏത് പ്രവാസിയുടെ ഭാര്യക്കും ഇല്ലാത്ത കുറ്റവും കുറവും ഉണ്ടാവില്ല. അപ്പൊ പൊന്ന് സുഹൃത്തുക്കളെ, എനിക്ക് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കാണ്ട് നമ്മുടെ ജീവിതം നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. തളർത്താൻ നിൽക്കുന്നവർക്ക് മുമ്പിൽ, എങ്ങനെ നമ്മളെ അടിച്ചമർത്താൻ നിൽക്കുന്നവർക്ക് മുമ്പിൽ ഉയർത്തെഴുന്നേറ്റിട്ട് നഫീസുമ്മ കാണിച്ചു കൊടുത്ത പോലെ ഓരോ സ്ത്രീയും കാണിച്ചു കൊടുക്കണം. 55 65 70 വയസ്സ് ആണ് നിങ്ങൾക്കെങ്കിലും നിങ്ങൾ ഇതേപോലെ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നാണ് എനിക്കും പറയാനുള്ളത്. നാളെ തൻ്റെ ഇടത്തോടെ ജീവിക്കുക. പാവ എൻ്റെ ഉമ്മാൻ്റെ എല്ലാം ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഒതുങ്ങി ഖുർആൻ ഓതി ഒരു മൂലയിൽ ഇരുന്ന് അങ്ങനെ ജീവിച്ചൊരു ഉമ്മയായിരുന്നു. അപ്പം എനിക്ക് എപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഉമ്മാക്ക് വേണ്ടി മാത്രം ജീവിച്ചില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള കാലമെങ്കിലും ഈ നഫീസുമ്മയെ പോലെ എല്ലാവരും തിരിച്ചറിവായിട്ട് മുൻപോട്ട് വന്നിട്ട് നമ്മുടെ ഈ ലൈഫ് അടിച്ചു പൊളിച്ചിട്ട് ജീവിക്കുക. ഒന്നിൻ്റെ പേരിലും നമ്മൾ സാഡായിരിക്കാൻ നോക്കുക. നമ്മളെ മൂലക്ക് ഇരുത്താൻ നോക്കുന്ന ആൾക്കാരായിരിക്കും ചുറ്റുപാട് ഉണ്ടാവുക. ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരാൾക്ക് നന്മ പറയാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരെ മറിച്ച് കുറ്റം പറയാൻ 1000 കണ്ണുകളും 1000 നാവുകളും ആയിരിക്കും. സത്യല്ലേ? കുറ്റം പറയാൻ അതിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഒരിക്കലും അവൾ നല്ലതാണ്, എന്തോ ഒരു പവിഴം കൊഴിഞ്ഞിട്ട് വീഴുന്ന പോലെ ആയിരിക്കും അവരുടെ. സത്യം പറയൂല, എത്ര നന്മ ചെയ്താലും പറയൂല. അപ്പൊ അങ്ങനത്തെ ജനങ്ങൾക്കായിക്കോട്ടെ മറ്റുള്ള സ്വന്തക്കാർക്കായിക്കോട്ടെ വേണ്ടിയിട്ട് എന്തിനെ നമ്മൾ കളയണം, വേസ്റ്റ് ആക്കണം ജീവിതം? എൻജോയ് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് സ്വന്തം ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം. അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടിലാണ്. നിങ്ങളോടുള്ളത് സത്യം തുറന്നു പറയാണ് കൂട്ടുകാരെ. ഞാൻ ഇപ്പൊ കുറച്ച് ഫിനാൻഷ്യലി ഞാൻ കുറച്ച് ടൈറ്റായൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കൾ ഒത്തിട്ട് മണാലിയിൽ അല്ലെങ്കിലും കൂടിയിട്ട് എൻ്റെ മക്കൾ ഒത്തിട്ട് അവരെ വെക്കേഷൻ ടൈമിൽ ഞാനൊന്ന് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നമുക്കും എന്താ പറ്റൂലേ? പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ, അതാണ് എനിക്കും. പറയുന്നവരാരും നമ്മൾക്ക് കൊണ്ടുത്തരൂല, നമ്മളെ കൂട്ടിയിട്ട് പോവുക ഒരിക്കലും ഇല്ല. അവര് ഒരു നിയമം വെക്കുന്നു, അവരൊരു നിയമം വെച്ചിട്ട് ആ നിയമത്തിൻ്റെ ഇതിൽ മാത്രം നമ്മളിങ്ങനെ സഞ്ചരിക്കുക. അങ്ങനെ ഒരാൾക്കും വഴിപ്പെട്ടിട്ട് ജീവിക്കാൻ പാടില്ല. നമ്മുടെ ലൈഫ് നമുക്ക് സ്വന്തമാണ്. അത് ഒരാളെ കാലിൻ്റെ ചോട്ടിലും അടിയറവ് പറയാനുള്ള ഗതി നമ്മൾ വരുത്താണ്ട് നിൽക്കുക എന്നുള്ളതാണ്. പറക്കുക, വിശാലമായിട്ട് പറക്കുക, എൻജോയ് ചെയ്യുക നല്ല രീതിയിൽ കേട്ടോ. നമ്മുടെ മക്കളും ഒത്തിട്ട് നമ്മളെ കുടുംബവും ഒത്തിട്ട് അതിൻ്റെ ഒരു ത്രില്ല്, അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. നമ്മളെ മക്കളും ഒത്തിട്ടുള്ള ആ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ബിഗ് സല്യൂട്ട് നഫീസുമ്മ. എനിക്ക് നിങ്ങളോട് അതാ, എൻ്റെ ഉമ്മാക്ക് സാധിക്കാത്തത് നിങ്ങൾ സാധിച്ചു. അതാണ് എനിക്കിതിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഉമ്മയെല്ലാം എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റാത്ത പാവ ഉമ്മയായിരുന്നു. അതിന് പറ്റാത്തതെല്ലാം നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. വിധവ എന്നുള്ളൊരു പട്ടം നേടിയിട്ട് ഒരിക്കലും മൂലയ്ക്ക് ഇരിക്കാനുള്ളതല്ല വിധവ എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഇങ്ങനെ ആണുങ്ങൾ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സ്വപ്നങ്ങളും ഇതെല്ലാം അവരവിടെ കുഴിച്ചു മൂടുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. കുഴിച്ചു മൂടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സ്വന്തം ഭാര്യ മരിച്ച് ചിലപ്പോൾ 40 ദിവസം ആവില്ല, അതിനു മുമ്പേ വേറെ പെണ്ണും കെട്ടി അവരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ടാവും. ഇവിടെ ആരെത്ര പ്രസംഗിച്ചാലും ആരെത്ര പറഞ്ഞാലും നേരാവാത്ത നമ്മുടെ സമൂഹം, സൊസൈറ്റി ഉണ്ടല്ലോ, അത് എന്താന്ന് വെച്ചാൽ സ്ത്രീക്ക് ഒരു നിയമം, പുരുഷന് വേറൊരു നിയമം അല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ഈ വേറെ ഒരാൾ വന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ മാറാനൊന്നും പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും ഉണ്ടാവും. എന്നാലും കൂടി പറയുവാണ്, ആ സ്ത്രീ എന്നും ഭർത്താവിനെ വിചാരിച്ചിട്ടായിക്കോട്ടെ മക്കളെ നമ്മൾ നോക്കണം. പക്ഷേ മക്കളുടെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഒരു ജീവിതമല്ലേ, നമ്മളും നമ്മുടെ ജീവിതം ആസ്വദിക്കണ്ടേ? ഭർത്താവിനെയും ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടേ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളെ ലൈഫ് എൻജോയ് ചെയ്ത് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് നല്ല രീതിയിൽ ഈ ഒരു ജീവിതം നല്ല ഹാപ്പി ആയിട്ട്
മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എനിക്ക് ഇതിൽ ആ ഉസ്താദ് പറഞ്ഞതിനോട് തീരെ യോജിപ്പില്ല എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. വിധവ എന്നൊരു പട്ടം ഉണ്ടെങ്കിൽ ആ വിധവ മൂലക്കിരിക്കാനുള്ളതല്ല ഉസ്താദെ. അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല കേട്ടോ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നിങ്ങൾ ആണുങ്ങൾ ഒരിക്കലും ഭാര്യ മരിച്ചാൽ ഇതേപോലെ വിധവ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് വിധവന്റെ കുപ്പായവും ഇല്ല, വിധവന്റെ ആ യുദ്ധക്കാലം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് പിറ്റന്നാൾ തന്നെ കല്യാണം കഴിക്കാം, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. ഇതിനാരെന്ത് പൊങ്കാല ഇട്ടിട്ടും കാര്യമില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അതും ഒരു മനുഷ്യനാണ്, അതിനും ഉണ്ട് എല്ലാ ആഗ്രഹങ്ങളും. അപ്പൊ അതും നേടിയെടുക്കട്ടെ, അതും പറക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ, ആസ്വദിക്കട്ടെ ജീവിതം. ആർക്കാണ് ഇവിടെ ഛേദം? അത് ആ സ്ത്രീയുടെ നഫീസുമ്മ അവരുടെ സ്വന്തം പൈസ കൊണ്ടാണ് പോയത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് സെൽഫി എടുക്കുക, പബ്ലിക്കിൽ ഇടുക. ഇതൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് ഉള്ള അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂ ഉമ്മമാർക്കും ഉള്ളത് തന്നെയാണ് അത്. അപ്പം അതിലൊന്നും ഇതാണ് ഇപ്പോൾ ലൈഫ് അല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു മൊബൈൽ യുഗത്തിൽ ഇതാണ് ലൈഫ്, ഇതായിരിക്കണം ലൈഫ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ കുടുംബത്തോടൊപ്പം നമ്മൾ പെറ്റ നമ്മളെ മക്കളോടൊപ്പം എൻജോയ് ചെയ്യാൻ ഒരാളെയും പേടിക്കണ്ട. നിങ്ങൾ പൊളിക്ക് നഫീസുമ്മ, നിങ്ങൾ ഇനിയും പൊളിച്ചെടുക്ക്. ഇൻഷാ അല്ലാ മണാലിക്ക് അല്ലെങ്കിലും കൂടിയിട്ട് ഞാനും പോകുന്നുണ്ട്. നിങ്ങൾ പൊളിച്ചെടുക്ക്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്താ പറയുക, ഇങ്ങനെ പച്ചക്ക് നമ്മളെ അടിച്ചമർത്തുന്നവരെല്ലാം പോയി പണി നോക്കട്ടെ. കല്ലി പുല്ലി എന്നെല്ലാം പറയാറില്ലേ? പോയി പണി നോക്കട്ടെ. അവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ച് മുന്നേറുന്നത് അവർ കാണണം. അപ്പോൾ അവർ ഓർക്കും, ഇളിഭ്യനായി വിഷണ്ണനായി, ആ പാട്ട് അവർ ചിന്തിക്കും. അങ്ങനെ നമ്മൾ ചിന്തിപ്പിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കൂട്ടരെ. അപ്പം ടാറ്റ.